ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അത് ഫൈനൽ 7ലേക്ക് പ്രവേശിച്ച ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ബാക്കി എല്ലാവരും കാഴ്ചക്കാരാണ്. സത്യത്തിൽ ഈ സീസണിൽ എന്ന് മാത്രമല്ല, മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി, അതെ, ഷോക്ക് അടിച്ചതുപോലെ പ്രേക്ഷകർ പകച്ചിരുന്നു പോയ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ഇന്ന് ബിഗ് ബോസ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല കുത്തലുകളും അടികൂടലുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് സംഭവിച്ചത് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. ശരിക്കും ഇത് കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവർ വിതുമ്പി കരഞ്ഞിട്ടുണ്ടാകും, ഹൃദയം പൊട്ടിയിട്ടുണ്ടാവും. സംഗതി ഫൈനൽ 7ലേക്ക് വന്ന ആൾക്കാർ, അവർക്ക് ഇത്രയും നാളത്തെ ഈ വീട്ടിലെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പല സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും പിൻപിൽ പല വ്യക്തികളും ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് സോറി പറയുവാൻ തോന്നുന്ന വ്യക്തി ആരാണ്, അതുപോലെ നന്ദി പറയുവാൻ തോന്നുന്ന വ്യക്തി ആരാണ്? ഇതായിരുന്നു ടാസ്ക്. പ്ലാസ്മ ടിവിയുടെ മുൻപിലേക്ക് വരിക, കാര്യങ്ങൾ പറയുക, അവരോട് നന്ദി പറയുക. ഈ ടാസ്കിൽ ഓരോരുത്തർ വന്ന് അവരവരുടെ ഭാഗങ്ങൾ സാധാരണ രീതിയിൽ പറയുകയും പലരോടും നന്ദി പറയുകയും പലരോടും സോറി പറയുകയും ചെയ്തിട്ട് അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോയി. എന്നാൽ ആദിലയുടെ ഊഴം വന്നപ്പോൾ ആദില അവിടേക്ക് വന്നിട്ട് ഏകദേശം 10 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രസംഗം നടത്തി. പകച്ചിരുന്നു പോയി ഒരു കൂട്ടം ആൾക്കാർ ആ നിമിഷം. ആദിലയ്ക്ക് നന്ദി പറയുവാനുണ്ടായിരുന്നത് അനുമോൾ എന്നൊരു വ്യക്തിയോട് മാത്രമാണ്. ആദിലയുടെ നന്ദി വാക്കുകൾ സത്യത്തിൽ കത്തിയെടുത്ത് ഹൃദയം കീറി മുറിച്ചാൽ ഇത്രയും വേദന ഒരു മനുഷ്യനുണ്ടാവില്ല. അത്രമാത്രം ഭീകരമായിട്ടുള്ള നന്ദി പറച്ചിലായിരുന്നു നടത്തിയത്. അത് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദിലയുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഇനി അടുത്തത് എനിക്ക് താങ്ക് യു പറയാൻ, നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. കാരണം അനുമോളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വഴക്കുണ്ടായ ആളുടെ പുറകെ പോകണം അങ്ങനത്തെ ഉള്ളൊരു സംഗതിയിൽ. അപ്പോൾ ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയിട്ടും ആ ഒരു സംഗതി ഒരു ചേഞ്ചും കണ്ടിട്ടില്ല. നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വേണം. അപ്പോൾ ആ ഒരു ചേഞ്ച് ഒന്നും ഞാനും കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്തിനാ ഇനി പുറകെ പോകുന്നത്. ഞാൻ പുറത്ത് ആണെങ്കിലും എല്ലാവരോടും ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് നിന്റെ സെൽഫ് റെസ്പെക്ട് കളയണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് പഠിപ്പിച്ച് ഒന്നും കൂടെ എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ആരെങ്കിലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല, എനിക്ക് തിരിച്ച് കിട്ടാത്തൊരു എഫേർട്ടിൽ. കാരണം പുറകെ പോയിട്ട് കാര്യമില്ല. ഞാൻ അവിടെ കുറച്ചും കൂടെ എന്നെ വാല്യൂ ചെയ്യണമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അതെ, ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അനുമോള് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടേ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ പല വന്ന ആൾക്കാരോട് പറഞ്ഞത് ഞാൻ ഉള്ളിലൊരു സാധനം വെച്ച് നിൽക്കുക, എനിക്കത് പൊട്ടിയാൽ ഞാൻ എവിടെയെങ്കിലും സൈഡാവും. സോ ഇവിടുന്ന് പോകുമ്പോൾ ഞാനൊന്നും ഉള്ളോട്ട് എടുക്കത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് എല്ലാവരോടും മുഖം നോക്കി മിണ്ടണം. ഇപ്പം ലക്ഷ്മിനോടാണെങ്കിലും ഞാൻ മിണ്ടും, മസ്താനോട് നമ്മളിരുന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യർ നമ്മളിരുന്ന് സംസാരിക്കും. പക്ഷേ പറയുന്ന കാര്യത്തിന് ഒരു ഇത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആദിലേക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കാരണം കുറേ ആൾക്കാർ മുന്നിൽ വന്നിട്ട് ഫേക്കായിട്ട് നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ കുറേ എന്താ പറയുക, ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ആ ഫേക്ക്നെസ് ഞാൻ മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് ഇപ്പോൾ ഫേക്കായിട്ട് നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് ഒരാൾ വന്നാൽ എനിക്ക് ആ നെഗറ്റീവ് വൈബ് അടിച്ചാൽ ഞാൻ മാറിപ്പോവും. ഞാൻ എൻ്റെ പീസ് സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫേക്ക്നെസ് ഉണ്ടെങ്കിലും എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതിന് കയ്യടിയില്ല. പിന്നെ ഒരു കാര്യം, ഫ്രണ്ട്ഷിപ്പ് വന്ന ഇപ്പം ആര്യനെ ആണെങ്കിലും പലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അനുമോള് പറഞ്ഞിട്ടുണ്ട് പലരെയും, പക്ഷെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് അങ്ങനെ കാട്ടിയിട്ട് ഇന്നലെ നീ അവിടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ അത് കിട്ടിയപ്പോൾ അവൾ കൂടെ നിന്നപ്പോൾ ഉള്ളിൽ
ഞാൻ വിചാരിക്കുക അപ്പം അഭിനയിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഒരു ടൈം വരുമ്പോൾ അതെന്തിനോ ആവട്ടെ, ഗെയിമോ എന്തോ വാട്ട് എവർ, അത് ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിളാണ് എന്നെനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. അതിനൊരു കൈയടി. അപ്പോൾ പിന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് റൈറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എത്ര ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് എല്ലാവരും ആ ഒരു വൈബ് കീപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഗതി അതൊന്നും പുറത്തു പോയാൽ ഉണ്ടാവില്ല എന്ന് അനുമോള് ഇവിടെ നിന്ന് തന്നെ പല പ്രാവശ്യം പ്രൂവ് ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ്. എൻ്റെ ഉള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഉടഞ്ഞു പോയി. അപ്പോൾ എനിക്ക് പുറത്തു പോയിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആദില എന്നൊരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും, ആര് വന്നും ഇന്ത്യയിലും ഇല്ലെങ്കിലും. ഞാൻ ക്ലോസ് ആയിട്ട് അടുത്തുള്ള ആൾക്കാരുണ്ട്, അതിൻ്റെ മിണ്ടിയിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും. പക്ഷേ വിഷമിക്കണ്ട, അതെന്തെങ്കിലും റീസൺ ഉണ്ടാവും. നീ നിന്റെ വാല്യൂ ചെയ്യുക എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് അനുമോളാണ്. അഗെയിൻ താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ ഇവിടെ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചത് അക്ബർ ഖാനെയാണ്. അതും ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയ ഒരു സംഗതിയാണ്. പക്ഷെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം, നമ്മൾ തമ്മിൽ ആ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അതിൽ മൊത്തത്തിൽ ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയി ഒരു ഗെയിമർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാനിപ്പുലേറ്റഡ് ഗെയിമർ. അപ്പോൾ ഇപ്പം അക്ബർ ഖാടെ ആണെങ്കിലും ഈ എന്താ പറയുക, PR-ൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും വെളുപ്പിക്കലാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിച്ച് പോയിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. കാരണം നമ്മൾ എന്താ അപ്പം അങ്ങനെ അത് പല ഇതിൽ ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയിട്ട് പലരോടും എനിക്ക് ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നിന്ന പല നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും സോറി. ഓരോ വ്യക്തികളെ മാത്രമാണ് പറയേണ്ടത്. സമയപരിമിതിയുണ്ട്. ഉണ്ട് കഴിഞ്ഞ്. അപ്പം അതിന് മാനിപ്പുലേറ്റഡ് ആയി പോയിട്ട് പല പ്രാവശ്യം പലരുമായിട്ട് ഓരോ സംഗതികൾ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പുറത്ത്, പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിന് സോറി. അപ്പോൾ അതിന് അനുമോള് എനിക്ക് ലൈഫിൽ ഇത്രത്തോളം ലെസൺസ് പഠിപ്പിച്ചു തന്ന്. ഒരാൾ മുഖത്ത് നോക്കി ഫേക്കായിട്ട്, ഇപ്പോൾ ഇന്നലെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാനല്ല വന്നത്, ഗെയിം കളിക്കാനാണ്. ഗെയിം അവളത് പ്രൂവ് ചെയ്തിട്ട് വന്ന് ആ അഭിനയിച്ച് മിണ്ടാൻ കാണിച്ച മാനസ് എൻ്റെ മോളെ. എനിക്ക് അഭിനയത്തിനോടുള്ളൊരു ഭ്രമം അങ്ങോട്ട് പിടിച്ചേക്കുന്നു. ഇറങ്ങിയിട്ട് എനിക്ക് പഠിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിനും അനുമോൾ എനിക്കൊരു ഇൻസ്പിറേഷനാണ് ആക്ടിങ് ബേസിൽ നോക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ രഹസ്യമായിട്ട് പോവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ആദില എന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഇത്രയും നാൾ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് അത് മുഴുവനും പ്രേക്ഷകർ കണ്ടതാണ്. എന്നാൽ അതിൻ്റെ പിൻപിലുള്ള പ്രേരക ശക്തി അനുമോളായിരുന്നുവെന്ന് വളരെ നൈസായിട്ട് വരുത്തി തീർത്തിരിക്കുകയാണ്. അതെ, അനുമോളുമായി കൂട്ടുകൂടിയത് കൊണ്ടാണ് എനിക്ക് സോറി പറയേണ്ടി വരുന്നത്. അനുമോളുമായി കൂട്ടുകൂടിയത് കൊണ്ടാണ് എനിക്കിവിടെ പല തെറ്റുകളും ചെയ്യേണ്ടി വന്നത്. അക്ബർ എന്ന ഒരു നല്ല മനുഷ്യനെ പോലും മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നത് അനുമോളുടെ മാനിപ്പുലേഷനിൽ വീണുപോയത് കൊണ്ടാണ്. ഇത്രയും കാലം സൗഹൃദത്തിൽ മുൻപോട്ട് പോയി, ഇടയ്ക്കിടയ്ക്ക് പിണക്കവും ഇണക്കവും ഒക്കെ വന്നിട്ടുണ്ട്, അവസാന നിമിഷവും പിണങ്ങി. പക്ഷേ ഇന്നലെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഷാനവാസ് ഇരുവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് കോംപ്രമൈസ് ചർച്ച നടത്തി ഹഗ് ചെയ്ത് പിരിഞ്ഞതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഒരു ക്രൂരമായ ആക്രമണമായി പോയി നടന്നത്. ഇതെല്ലാം കേട്ടിട്ട് അനുമോൾ അങ്ങനെ ശില കണക്കെ ഇരിക്കുകയാണ്. അനുമോളുടെ മുഖത്ത് സങ്കടവുമില്ല, സന്തോഷവുമില്ല. എന്ന് വെച്ചാൽ മരവിച്ചു പോയി അവരുടെ മനസ്സ്. ഒരു പ്രതിമ പോലെ അനുമോൾ അങ്ങനെ മൗനമായിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സാധാരണ ആ വീട്ടിൽ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുമ്പോൾ, ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടക്കുമ്പോൾ, ഓപ്പൺ നോമിനേഷൻ, ജയിൽ നോമിനേഷൻ, ക്യാപ്റ്റൻസി നോമിനേഷൻ, അങ്ങനെ പലതും നടക്കുമ്പോൾ പല ആൾക്കാരും അനുമോളെ കുത്താറുണ്ട്. അവർക്കെതിരെ അപ്പോൾ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അനുമോൾ മറുപടിയും കൊടുക്കാറുണ്ട്. അത് മറ്റുള്ളൊരു വ്യക്തിയുടെ സ്പേസ് ആണെന്നോ, ഞാൻ പറയുന്നത് പുറം ലോകത്ത് അവരെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നോ അതൊന്നും അനുമോൾ ചിന്തിക്കാറില്ല. തനിക്ക് പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞിരിക്കും. അതിലെ ശരിയും തെറ്റുമൊന്നും അനുമോൾ ശ്രദ്ധിക്കാറുമില്ല. തൻ്റെ ഉള്ളിലെ സങ്കടം, തൻ്റെ നിരാശ, തൻ്റെ സന്തോഷം, തൻ്റെ മനസ്സിൽ വരുന്ന കോമഡികൾ, ഇതെല്ലാം അതിനെ പുറം ലോകം എങ്ങനെ വിലയിരുത്തും എന്ന് പോലും നോക്കാതെ, ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെ അപ്പോഴപ്പോൾ പ്രകടിപ്പിച്ച് തന്നെയാണ് അനുമോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അനുമോൾ എതിർത്തൊരു വാക്ക് പറയാതെ ഒരു ശില കണക്കെ എല്ലാം കേട്ടിരിക്കുകയാണ്. അതെ, അവരുടെ മനസ്സ് മരവിച്ച് ആ മരവിപ്പ് മുഴുവനും അനുമോളുടെ മുഖത്ത് നിഴലിച്ച് നിൽക്കുകയാണ്. ആർക്കും എന്തും പറയാം, ഇതൊന്നും എന്നെ ഇനി തകർക്കില്ല, കാരണം ഇനി തകരാൻ ഒന്നുമില്ല, അത്രമാത്രം തകർത്ത് കഴിഞ്ഞു.
ഏകദേശം 10 മിനിറ്റിലധികം എടുത്തു ആദിലയ്ക്ക് ഈ നന്ദിയും സോറിയും പറയുവാൻ വേണ്ടി. ഇത്രയും സമയമെടുത്ത് വിശാലമായിട്ട് അനുമോളെക്കുറിച്ച് പരാമർശിച്ചു. അതിനുശേഷം സോറി പറയുവാൻ തുടങ്ങിയപ്പോൾ പലരുടെയും പേരുകൾ താൻ അവിടെ കൊണ്ടുവന്നു. പക്ഷേ അതിന് തൊട്ടു മുമ്പ് അനുമോൾ അവിടേക്ക് ചെന്നു. തനിക്ക് പറയുവാനുള്ളത് പറയുവാൻ തുടങ്ങി. താൻ നന്ദി പറഞ്ഞത് അത് വളരെ സ്വാഭാവികമായിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും തന്നെയായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും തൻ്റെ വേദനകളിൽ അവർ കൂടെ നിൽക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തതിനെക്കുറിച്ചൊക്കെ വളരെ സിൻസിയറായിട്ട് തന്നെയായിരുന്നു അനുമോൾ സംസാരിച്ചത്. അതിന് ആദിലയ്ക്കും നൂറയ്ക്കും ഒരുമിച്ച് നന്ദി പറഞ്ഞു. പക്ഷേ രണ്ടാമതൊരു വാക്ക് ഒനിലിനും അഭിലാഷിനും നന്ദിയായി പറഞ്ഞു. അപ്പോഴേക്കും അതിനെ എതിർത്തുകൊണ്ട് അതങ്ങനെ പറയാൻ പാടില്ല, ഒരാളിന് മാത്രം നന്ദി പറയാനാണ് ബിഗ് ബോസ് ടാസ്ക് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ പ്രതിഷേധമുയർത്തി മറ്റുള്ളവരെ ഏറ്റുപിടിച്ചു. ഒടുവിൽ അനുമോൾക്ക് അത് മുഴുമിപ്പിക്കുവാൻ കഴിയാതെ അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. പക്ഷേ ആദില അവിടെയുള്ള ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് ഏകദേശം 10-12 മിനിറ്റോളം സംസാരിച്ചിട്ടും ആർക്കും അതിൽ യാതൊരു കംപ്ലൈൻറ്റുമില്ല. അത് ചൂണ്ടിക്കാട്ടാൻ ബിഗ് ബോസ് മാത്രമേ വന്നുള്ളൂ. ഇത് ഇന്നത്തെ മാത്രം സംഭവമല്ല. ഈ സീസണിന്റെ തുടക്കം മുതൽ അനുമോളോട് ആ വീട്ടിലുള്ള ഓരോരുത്തരും ഇത്തരത്തിലുള്ള ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. ഇത് എത്രമാത്രം ചീപ്പായിട്ടുള്ള ഗെയിമാണ്, എത്ര ചീപ്പായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആദിലയുടെ സംസാരവും മറ്റുള്ളവരുടെ പ്രകടനങ്ങളും അനുമോളുടെ മുഖഭാവവും ഇതിൻ്റെ എല്ലാം ഭീകരത നമുക്ക് വ്യക്തമാകുന്നത്. ആർക്കെങ്കിലും അത് കണ്ടിട്ട് ഇമോഷണൽ ആകാതിരിക്കുവാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വൈകിട്ടത്തെ എപ്പിസോഡിൽ ഇതിൽ എത്രത്തോളം ബിഗ് ബോസ് പുറത്തുവിടും എന്ന് നമുക്കറിയില്ല. പുറത്തുവിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൊട്ടിക്കരയും. അത്രമാത്രം ഭീകരമായിട്ടുള്ള ടോർച്ചറിങ് ആയിരുന്നു അവിടെ നടന്നത്. അവർ തമ്മിൽ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മ, ഉരസലുകൾ, ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഫിനാലേക്ക് ഇനി 2-3 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഫ്രീ ആവുക എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഷാനവാസ് കഴിഞ്ഞ വെളുപ്പിന് 2 മണിക്ക് ശേഷം ഒരു അനുരഞ്ജന ചർച്ച നടത്തി. പരസ്പരം സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്താണ് ഇരുവരും പിരിഞ്ഞത്. എന്നാൽ ഇന്ന് ആദില സംസാരിച്ച ആ സംസാരം കേൾക്കുമ്പോൾ സത്യത്തിൽ ഷാനവാസ് ഷോക്കേറ്റതുപോലെ ഇരുന്നു പോയി. തുടർന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് അനുമോളുടെ അരികിലേക്ക് ചെന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, അനുമോളെ സോറി, എനിക്ക് അങ്ങേയറ്റം നാണക്കേടായി പോയി. ഷാനവാസ് പറഞ്ഞ ആ വാക്കുകളൊന്ന് കേട്ടു നോക്കി. മനസ്സിലെടുക്കേണ്ട ഗെയിമാണ്. ഞാൻ ഇന്നലെ അത്രയും പറഞ്ഞ് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതാക്കി 3 പേര് ഇരുത്തി സംസാരിച്ചതൊക്കെ വേസ്റ്റായി. എനിക്ക് അതിലിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്, പശ്ചാത്താപം തോന്നുന്നുണ്ട്. അയ്യോ, ടെൻഷൻ അടിക്കണ്ട, എന്താ പറയാ, ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എല്ലാം പോസിറ്റീവായിട്ട് കാണാം. ഇതൊക്കെ ഗെയിമാണ്. പാർട്ട് ഓഫ് ഗെയിമായിട്ട് കൂട്ടിയാൽ മതി. ഒന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട. 3 ദിവസം കൂടി ഉള്ളൂ. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ആദിലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ മോശം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകണ്ടേ എന്നുള്ളത് 100 ദിവസം കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ അവസാനിപ്പിച്ച് നല്ല സ്നേഹത്തോടു കൂടി പിരിയുക എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും അവൾ നിന്നെ അടിക്കാനുള്ള വടിയായിട്ട് യൂസ് ചെയ്തല്ലോ നോക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. ഇത്ര ദിവസം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുകയും ചെയ്തത് എനിക്ക് നാണക്കേട് തോന്നും. അയ്യേ ഇല്ല, എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നും. ഇവരൊക്കെയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഈ സമയം അടിക്കാനുള്ള വടിയായിട്ട് യൂസ് ചെയ്തല്ലോ. വളരെ മോശം. ഇന്നലെ എനിക്ക് ഒന്ന് ആലോചിച്ചു നോക്കി. ഇന്നലെ പാതിരാത്രിക്ക് എത്ര സമയമെടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഇവരെ 3 പേരെയും ഇതാക്കിയത്. ഞാൻ എത്ര നേരം ഇരുന്ന് സംസാരിച്ചു എന്ന് പറയും ഇവരെ 3 പേരോടും. എന്നിട്ട് ഇവരെ 2 പേരെയും 3 പേരെയും ക്ലിയറാക്കി സ്നേഹത്തോടെ പിരിച്ചുവിട്ടതാണ്. ഇന്ന് നേരം വെളുത്തിട്ട് അവൾ ചെയ്ത പ്രവൃത്തിയുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ പണ്ട് ആദ്യം ചെയ്യണ പരിപാടി ഒന്നും ചെയ്യരുത്. 75-80 എപ്പിസോഡിലോ അല്ലെ 90 ചെയ്യും. അതൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഇങ്ങനൊരു ആദില ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.
അത്രയും മോശമായിട്ട് അതിപ്പോ കയറി ഒന്നും അഭിപ്രായം പറയാൻ പറ്റൂലേ. അതാണ് ഇനിയിപ്പോ നമ്മളായിട്ട് ഈ പറഞ്ഞ അനുവിനോട് പറയാനുള്ളത്, നീ കളിക്ക്, നീ ഇതൊന്നും കാര്യമാക്കണ്ട. നിനക്ക് എന്താ പറയാ ജയിക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ നീ അതിനനുസരിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒനിലും അഭിലാഷും മസ്താനിയും ഒക്കെ വന്ന് അനുമോൾക്ക് സാന്ത്വനം നൽകുന്നുണ്ട്. എന്നാൽ അപ്പോഴും അനുമോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കില്ല, എനിക്കൊരു വിഷമവുമില്ല എന്ന് വെച്ചാൽ നിരന്തരമായ ആക്രമണങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നു പതിച്ച് ഒടുവിൽ അവളുടെ ഹൃദയം കല്ലായി മാറി. വല്ലാത്തൊരു മനോഭാവം. ഇവിടെ നമ്മൾ പല പാഠങ്ങളും പഠിക്കുവാനുണ്ട്. മനുഷ്യൻ നല്ലവനാണ്, പക്ഷേ അവൻ പിശാചായി മാറിയാൽ അവൻ എന്തിനും തയ്യാറാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങൾ. ഒരു മനുഷ്യൻ എത്രത്തോളം ഇങ്ങനെ തരം താഴാൻ കഴിയും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അക്ബറും ആദിലയും തമ്മിൽ പ്രശ്നമുണ്ടായതും അത് വലിയ ശത്രുതയിലേക്ക് നീങ്ങിയതും എന്തിൻ്റെ ബേസിലായിരുന്നു എന്ന് എപ്പിസോഡും ലൈവും ഒക്കെ കണ്ടവർ മറക്കില്ല. ഒരു ടാസ്കിൽ അയാൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അയാളുടെ പാവകളെല്ലാം മോഷ്ടിച്ച് സ്വന്തമാക്കുകയും ആ ടാസ്കിൽ നിന്ന് തന്നെ അയാളെ ഔട്ടാക്കി കളയുവാൻ വേണ്ടി വൃത്തികെട്ട ഗെയിം കളിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് അവർ തമ്മിൽ പ്രശ്നമുണ്ടായത്. അക്ബർ അന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ മോഷ്ടിച്ചതല്ല എൻ്റെ പ്രശ്നം, അങ്ങനെ ഒരു ഗെയിം കളിക്കില്ല എന്ന്. ഗെയിം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തിയതിനു ശേഷം നിങ്ങളത് ചെയ്തത് എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അത് പറഞ്ഞ് അവർ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. അത് ശത്രുതയിലേക്ക് എത്തി. പിന്നീട് അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വരെയോളം രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത തന്നെയായിരുന്നു മനസ്സിൽ. അക്ബറിനെക്കുറിച്ച് എത്ര മോശമായിട്ടാണ് ആദില ഷാനവാസിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നത്. എന്നാൽ ഇന്ന് അനുമോൾക്ക് നന്ദി പറഞ്ഞപ്പോൾ അതിൻ്റെ മുഴുവനും കാരണക്കാരി അനുമോളായിരുന്നു എന്ന് താൻ പറയാതെ പറഞ്ഞു വെച്ചു. അനുമോളും ആദിലയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരിക്കുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ലൈവ് കണ്ടവർ അതൊരു പക്ഷെ മറക്കാൻ സാധ്യതയില്ല. എനിക്കൊരാളിനോട് വെറുപ്പ് തോന്നിയാൽ, പക തോന്നിയാൽ ഞാൻ ജയിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോയിരിക്കും. ചില സമയത്ത് ഇല്ലാ കഥകൾ മെനഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവിടെ ജയം കണ്ടെത്തിയിരിക്കുമെന്ന്. അന്നൊരു ഫണ്ണായിട്ടായിരുന്നു കേട്ടുവിട്ടത്. പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ലെവൽ അതെത്ര ഭീകരമായിരിക്കും എന്നുള്ളത് ഇന്ന് ആദില ആ വീട്ടിൽ തെളിയിക്കുകയായിരുന്നു. ഒരു സുഹൃത്ത് എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആദില. അവരെ ഒരു മനുഷ്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുവാൻ എനിക്ക് പറ്റുന്നില്ലെന്നേ. സത്യത്തിൽ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വളരെയധികം ഇമോഷണലായിപ്പോയി. ഇത്രയും ഈ വീഡിയോ ചെയ്യുവാൻ താമസിച്ചതുപോലും ആ ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നൊന്ന് റിലീഫ് കിട്ടുവാൻ വേണ്ടി മാത്രമായിരുന്നു. വിശേഷിപ്പിക്കുവാൻ വാക്കുകളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത്രയും ക്യാമറകൾ ആ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ, പുറം ലോകം ഇതൊന്നും കാണില്ലായിരുന്നു എന്നുറപ്പുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് അനുമോളെ അവിടെ കൊന്ന് കെട്ടിത്തൂക്കിയേനെ. അതെ, 100% ഉറപ്പാണ്. അത്രമാത്രം വിഷമാണ്, അത്രമാത്രം പൈശാചികമാണ് ആദില എന്ന ഈ സ്ത്രീയുടെ മനസ്സ്. എന്തു പറയണം, എങ്ങനെ ഇവരെ വിശേഷിപ്പിക്കണം, അതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഇന്നലെ രാത്രിയിൽ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തുകയും അവിടെ ഹഗ് ചെയ്ത് പിരിയുകയും ഒക്കെ ചെയ്തത്? ഷാനവാസ് ആദിലയോടും ന്യൂറയോടും സംസാരിക്കുമ്പോൾ ആദിലയാണ് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോയി അവളോട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന്. എന്നാൽ ഷാനവാസ് തുടർന്ന് അനുമോളെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിച്ചതാണ്. അങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി പിരിഞ്ഞു. എത്രമാത്രം ഫേക്കായിരുന്നു ആ പ്രവണത. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു അത് കണ്ടപ്പോഴും ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൂടി കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത്. മനുഷ്യൻ ഇത്രമാത്രം തരം താഴരുത്, മനുഷ്യൻ ഇത്രയും അധപ്പതിക്കരുത്. മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഞാൻ സംസാരിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാനൊരു വാക്ക് പറയുകയാണ്. ഇത് നിങ്ങൾക്കും എനിക്കും ഒരു സന്ദേശമാണ്. നമ്മുടെയൊക്കെ ലൈഫിലേക്ക് ഒരു സുഹൃത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെയധികം ചിന്തിച്ചു മാത്രമേ ചെയ്യാവൂ. ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും വിശ്വസിച്ചൊരിക്കലും നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നു പറയരുത്. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഭീകരാക്രമണങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്നും നേരിടേണ്ടി വന്നേക്കാം. എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. സൗഹൃദത്തിൻ്റെ വാല്യൂ അത് എത്രത്തോളം ഡെപ്തുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും അതിലൊരു പോറൽ പോലും സംഭവിക്കാതിരിക്കുവാൻ എത്രമാത്രം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുമോ അത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പക്ഷേ ഇറ്റ്സ് ടു മച്ച്. ഈ സംഭവമെല്ലാം കഴിഞ്ഞ് അനുമോൾ വല്ലാത്തൊരു മരവിപ്പോടെ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ മരുഭൂമിയിൽ പെയ്ത ഒരു മഴ കണക്കെ വലിയൊരു സാന്ത്വന സ്പർശവുമായി ലക്ഷ്മി അനുമോളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അനുമോളെ ഗാഢമായി ആലിംഗനം ചെയ്തിട്ട് ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകളുണ്ട്. നീ തളർന്നു പോകരുത്, നീ പിടിച്ചു നിൽക്കണം. പുറത്തിറങ്ങുമ്പോൾ നീ കാണുവാൻ പോകുന്ന വലിയ സംഭവങ്ങളുടെ ഒരു ട്രെയിലർ മാത്രം ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടു എന്ന് ചിന്തിച്ചാൽ മതി. ഇത് അസൂയയാണ്, തികഞ്ഞ അസൂയ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല, ആകെ ബ്ലാങ്ക് ആണ്. അത് കേട്ടിട്ട് ലക്ഷ്മി വീണ്ടും പറയുകയാണ്, അനു നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഉള്ളിൽ അപാരമായ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയുണ്ട്. നീ ജീവിക്കുന്നത് പോലും നിന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പോലും. നിന്നെ ഒരു വളമായിട്ടൊരു മരത്തിൻ്റെ ചുവട്ടിലിട്ട് നീ ചീഞ്ഞളിഞ്ഞ് ആ മരത്തിന് വളമായി തീരണം എന്ന് പറഞ്ഞാൽ നീ അതും ചെയ്യുന്നയാളാണ്.
ഇതൊക്കെ പുറത്തു നിന്നുകൊണ്ട് ഈ ഗെയിം കാണുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയുമൊക്കെ പറയുന്നത്. അതെ, നിന്റെ ഉള്ളിൽ ഒത്തിരി നന്മയും സമൃദ്ധിയുമുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിലെ ഒരു കാര്യങ്ങളും നിന്നെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും, ഇവിടെ ഇനി ആറ്റം ബോംബിട്ടാലും അനു, നീ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി വരും. അതിന് നിനക്ക് പറ്റും. അത്ര കരുത്തുള്ള വ്യക്തിയാണ് നീ. എൻ്റെ മോനെ, ആ വാക്കുകൾ വളരെ ചുരുക്കം വാക്കുകളായിരുന്നുവെങ്കിലും 1000 അഗ്നിസ്ഫുലിംഗങ്ങൾ അന്തരംഗത്തിൽ ആളിക്കത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഊർജ്ജമായിട്ടായിരുന്നു ലക്ഷ്മിയുടെ ഉള്ളിൽ നിന്നും അനുവിലേക്ക് ആ വാക്കുകൾ പ്രവഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ലക്ഷ്മിക്കൊരു സല്യൂട്ട് കൊടുക്കുവാനാണ് തോന്നിയത്. അതെ, ഈ ക്രൂരമായ ആക്രമണങ്ങളുടെ മുമ്പിൽ ദൈവദൂതന്മാരെ പോലെ ചിലർ അനുമോളുടെ മുൻപിലേക്ക് വരികയാണ്. അഭിലാഷ് പറയുന്നു, നീ ആരോടും ഒരു കോപ്പും പറയാൻ പോകണ്ട. നീ എന്താണോ അതുപോലെ തന്നെ മുൻപോട്ട് പോയാൽ മതി. ഈ ജനം നിന്റെ കൂടെ നിൽക്കും. ഒനിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ എത്ര ഭീകരമായൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയാലും അവിടെയും ഒരു കച്ചിത്തുരുമ്പായി ദൈവം ആരെയെങ്കിലുമൊക്കെ കരുതി വെക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു ഇതൊക്കെ. കട്ടപ്പ ശൈത്യ എന്നൊരു സ്ത്രീ ആ വീട്ടിലേക്ക് വന്നു കയറി. നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് ഇത്രയുമൊക്കെ പുകലുകൾ ആ വീട്ടിൽ വരുത്തി തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇത്രമാത്രം ഒരു ഭീകര ജന്തുവായിരുന്നു ഇവരെന്ന് ലോകത്തിൻ്റെ മുൻപിൽ അവരും വെളിപ്പെടുത്തി കൊടുത്തു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.